ഹായ് ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത്തപ്പൂക്കളത്തെക്കുറിച്ചും ഉത്രാടപ്പാച്ചിലിനെക്കുറിച്ചുമാണ്. ഇന്ന് ഉത്രാടം. അത്തപ്പൂക്കളത്തിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ ഉത്രാടപ്പാച്ചിലിനും. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. നാടൻ പൂക്കളും ഇലകളും ആണ് ഗ്രാമപ്രദേശങ്ങളിൽ പൂക്കളമൊരുക്കുവാൻ ഉപയോഗിക്കുന്നത്. തുമ്പപ്പൂവ്, കാക്കപ്പൂവ്, വിവിധതരം ചെമ്പരത്തികൾ, തെച്ചിപ്പൂവ്, തുളസി, സുഗന്ധി, നിത്യകല്യാണി, ശീപ്പോതി, കൊങ്ങിണിപ്പൂവ് തുടങ്ങിയ പൂക്കൾ ശേഖരിച്ച് പൂവിടുന്ന കുട്ടികൾ ഗ്രാമത്തിൻ്റെ കാഴ്ചയാണ്. പലരും പുറത്തു നിന്നുമാണ് ഇപ്പോൾ പൂക്കളൊക്കെ മേടിക്കുന്നത്. ഭീമൻ പൂക്കളമൊരുക്കി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഒരു പൂക്കളമാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻസ് കോളേജ് ഗ്രൗണ്ടിൽ 60,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ വേദിയിൽ പൂക്കളം തീർത്തത്. 2021 അത് ചെയ്തത്. അതിൻ്റെ ഫോട്ടോയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ഫോട്ടോ. അതിൻ്റെ ഇത്രയും ഇതായിട്ടുള്ള ഭാഗമാണ് കോഴിക്കോട് ചെയ്തതാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇത് ഗിന്നസ് റെക്കോർഡ് കയറിയത് അതായിരുന്നു. അടുത്തത് ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തിന് മുന്നോടിയായി ഓണാഘോഷത്തിന് തയ്യാറെടുക്കുന്ന അവസാന നിമിഷമാകുന്ന ഒരു സാധനമാണ് ഉത്രാടപ്പാച്ചിൽ. പിറ്റേന്ന് ഓണസദ്യക്ക് തയ്യാറെടുക്കാൻ വേണ്ട സാധനങ്ങൾ വാങ്ങാൻ ആവേശകരമായ തിരക്കാണ്. ഓണത്തിന് വാങ്ങാൻ ആവശ്യമായതെല്ലാം വാങ്ങുന്ന ഒരു ദിവസമാണ് ഉത്രാടം. ഷോപ്പിംഗ് കഴിഞ്ഞ് മനസ്സ് നിറയുകയും പോക്കറ്റുകൾ കാലിയാവുകയും ചെയ്യുന്ന ദിവസം കൂടിയാണ് ഇത്. ഈ ഉത്രാടപ്പാച്ചിൽ ഓൺലൈൻ ഓണം വിൽപ്പനയിലൂടെയും വിപണികൾ വാങ്ങുന്നവരും വീടുകളിൽ ഇത് എത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഉത്രാടപ്പാച്ചിൽ പോകാതെ തന്നെ ഓണസദ്യയൊക്കെ നേരത്തെ ബുക്ക് ചെയ്താൽ അത് സാധനം വീട്ടിലെത്തിച്ച് കൊടുക്കുന്ന സംവിധാനം കൂടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ആ വീഡിയോയിൽ ഓണക്കളികളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഓണക്കളികൾ ഏതൊക്കെ ടൈപ്പാണ്, പലതരം കളികളുണ്ട്, അതിൻ്റെ പേരുകൾ മാത്രം, എന്തൊക്കെ ഓണക്കളികളുണ്ടെന്നും ഊഞ്ഞാലാട്ടത്തെക്കുറിച്ചും ഉള്ള ഒരു ഇതായിട്ടാണ് ഞാൻ വരിക. നന്ദി, നമസ്കാരം.